റെസിഡൻസ് പെർമിറ്റ് ആരും കളഞ്ഞു പോവരുത്. ഞാൻ വിടുന്നത്, ഞാൻ തിരിച്ചു വിടുന്നത്. പോയാലും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാതിരിക്കരുത്. കിട്ടി, കേറി, തിരിച്ചു കേറി. അയ്യോ, നെതർലൻഡ്സിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അയാൾ ഇപ്രാവശ്യം ഐ ബിലീവ് യു ദിസ് ടൈം എന്ന് പറഞ്ഞു. എങ്ങനെയെന്നല്ലേ, നെതർലൻഡ്സിലേക്കുള്ള റെസിഡൻസ് പെർമിറ്റ് ബേസിക്കലി വിസ അതിന് നഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ വെക്കേഷൻ ആണ്. അപ്പം അതില്ലാതെ നമ്മള് കേരളത്തിൽ നിന്ന് ആംസ്റ്റർഡാം എത്തിയ കഥ നിങ്ങൾ പോയി കണ്ടിട്ട് പോയോ? വൃത്തികെട്ട ഒരു ദിവസത്തിലാണ് ഞാനിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനല്ല, ഞങ്ങൾ ഈ വീട്ടിലെല്ലാരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം നിൽക്കുന്ന സമയത്ത് നമ്മള് നാളെ ഫ്ലൈറ്റ് ആണല്ലോ. ഇപ്പൊ സമയം രാത്രി 12 മണിയായി. നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 6 മണിക്കൂറുള്ളൂ. രാവിലെ ഞങ്ങള് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ നോക്കിയപ്പം നമ്മൾ മനസ്സിലാക്കി അതിന്റെ റെസിഡൻസ് പെർമിറ്റ്, അത് ബേസിക്കലി അവിടുത്തെ വിസ, നെതർലൻഡ്സിലെ ATM കാർഡ്, ഇൻഷുറൻസിന്റെ കാർഡ്, ട്രാവൽ കാർഡ് ഒരുമിച്ച് മിസ്സിംഗ്. 5 4 കാർഡ് ഒരുമിച്ച് മിസ്സിംഗ്. അപ്പൊ എന്റേതെല്ലാം ഇങ്ങനെ ഒരു ഡോക്യുമെന്റിൽ കാണുന്നുണ്ട്. അത് ബേസിക്കലി അതിന്റെ പാസ്പോർട്ട് മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. വിസ ഇല്ലാതെ രാജ്യത്തേക്ക് കയറാൻ പറ്റുമോ? അങ്ങനെ രാവിലെ മുതൽ ഈ നേരം വരെ ഞങ്ങൾ കരച്ചിലും ബഹളവും ഓട്ടോ അന്വേഷണം ഒക്കെ ആയിരുന്നു. ഞങ്ങളിപ്പോ തിരുവമ്പാടിയാണുള്ളത്. എന്റെ വീട്ടിൽ നിന്ന് എയർപോർട്ട് അടുത്ത. ഈ സാധനം മേപ്പേര് അതുലിന്റെ വീട്ടിലാണോ വെച്ചേ, ഇവിടെ എന്റെ വീട്ടിലാണോ വെച്ചേ, ഒന്നും ഓർമ്മയില്ല. തിരുവമ്പാടിയും മേപ്പേരും തമ്മിൽ 50 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. രാവിലെ 6 മണിക്ക് ഇറങ്ങേണ്ട ഞങ്ങൾ ഇപ്പൊ രാത്രി 12 മണിക്ക് പെട്ടി പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ എന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാര്യം വർക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ പുറത്തു പറഞ്ഞ് ഇത് ആഘോഷമാക്കുന്നതിൽ കാര്യം ഉണ്ടാവും. ആദ്യം എവിടെ വിളിച്ച് എയർപോർട്ട് അതോറിറ്റിനെ വിളിച്ച് അവര് മറ്റേ അതൊന്നും നോക്കായില്ല, റെസിഡൻസിന്റെ മാത്രം. അതായത് ഇപ്പൊ യൂറോപ്യൻസ് ഒക്കെ ഇവിടെ വരുവാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയാലാണ് അത് പറ്റാം. പിന്നെ അവിടുന്ന് എത്തിഹാദാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പൊ എത്തിഹാദിന്റെ കസ്റ്റമർ സർവീസിനെ വിളിച്ച് ഒന്നൊരു 13-14 കോൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അത് നേപ്പേരുന്ന് തിരുവമ്പാടി എത്തുന്ന വരെ നമ്മൾ ഫോണിൽ സംസാരിച്ച് അവര് നന്നായി കോപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് അവര് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാം, വേറെ ഒരു ഡോക്യുമെന്റ് കിട്ടും. ആ ഡോക്യുമെന്റ് പിന്നെ അവർ നെതർലൻഡ്സിൽ വിളിച്ചിട്ട് നെതർലൻഡ്സ് ഇമിഗ്രേഷനെ വിളിച്ചിട്ട് ഇത് കൺഫേം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൺഫേം ചെയ്തെന്ന് പറഞ്ഞ് ഇതിലാണ് ഞങ്ങളിപ്പോ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകുന്നത്. കിട്ടിയില്ലെങ്കിൽ അതിൽ വരില്ല, ഞാൻ പോവും, ഒറ്റയ്ക്ക് പോകണം എന്ന് വിചാരിക്കുന്നു. നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി വരുന്ന ഓരോ സ്റ്റെപ്പിലും എന്ത് അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയെന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. മാനസികമായി ഞാൻ തകർന്നു പോയാൽ എനിക്ക് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ കരയാൻ കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല, അതായിരുന്നു എന്റെ പ്രശ്നം. ബാക്കി ഇനി രാവിലെ എയർപോർട്ടിലേക്ക് പോകാൻ എണീറ്റിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറയാം കേട്ടോ. നിനക്കെന്താ പറയാനുള്ള? കഴിഞ്ഞ ഒരു 12 മണിക്കൂർ അടിച്ച ടെൻഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അടിച്ചിട്ടില്ല. അതും രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഇരുന്ന് ടെൻഷൻ അടിക്കുക മാത്രമല്ല, റെസിഡൻസ് പെർമിറ്റ് തപ്പുന്നു, തിരുവമ്പാടിയിൽ നിന്ന് മേപ്പേര് പോകുന്നു, പിന്നെ ആദ്യം ഒരു സെറ്റ് ആൾക്കാർ പോകുന്നു, പിന്നെ ഞങ്ങൾ തപ്പുന്നു, അവിടെ കാണുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു, കിട്ടുന്നു. ഈ ഒരു സാധനത്തിലാണ് ഞാൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ കാർഡുകളും ഒക്കെ ഇട്ടത്. അപ്പൊ അതിലും ഇതിലിട്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സാധാരണ നമ്മുടെ ഈ അലമാരിക്കൊക്കെ ഒരു വലിപ്പുണ്ടാവില്ലേ, ആ വലിപ്പിലാണ് ഇടാറ്. അപ്പം ഇപ്രാവശ്യം ഞാൻ ഇതിലിട്ടു, ഈ സാധനം ആ വലിപ്പിലിട്ടു. അപ്പം അതിൽ വിചാരിക്കുന്നുണ്ട് ഇതിലില്ലാത്തപ്പം വലിപ്പിലുണ്ടെന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് ലഞ്ചിന് മന്തി വരെ ഓർഡർ ചെയ്തു. അവിടെ എത്തിക്കഴിഞ്ഞപ്പം അതിൽ വിളിച്ചിട്ട് കാർഡില്ല എന്ന് പറഞ്ഞപ്പം എന്റെ കിളി പോയി, അതിലെയും കിളി പോയി. രാവിലെ 10 മണിക്ക് വെബ് ചെക്ക് ഇൻ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ സാധനം സാധാരണ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ നേരത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എത്തിഹാദിന് അവർ ചോദിച്ചു, നമ്മുടെ വിസയുടെ നമ്പർ ചോദിച്ചു. അതുലിന്റെ കയ്യിൽ മഹാഭാഗ്യത്തിന് ഒരു സോഫ്റ്റ് കോപ്പി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സോഫ്റ്റ് കോപ്പി ഇല്ലാത്തപ്പം ആ കാർഡ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് ചെന്നപ്പോഴാണ് അതിന് മനസ്സിലാക്കുന്നത് അതിന്റെ കാർഡില്ല, എന്റെ കാർഡേ ഉള്ളൂ എന്ന്. സോഫ്റ്റ് കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് നമ്മൾ അപ്പോഴും റിയലൈസ് ചെയ്യുന്നില്ലായിരുന്നു. കോപ്പി ഉണ്ടായിരുന്നില്ല. സോഫ്റ്റ് കോപ്പി കിട്ടി എങ്ങനെയാണ്? ഞാൻ എല്ലാ സോഫ്റ്റ് കോപ്പി ഡോക്യു സ്കാനർ വെച്ചാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡ്രൈവിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഡോക്യു സ്കാനർ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. മുന്നേ ഒരു സിറ്റുവേഷനിൽ ഇതേപോലെ ഡോക്യുമെന്റ് ഞാൻ നോക്കിയിട്ട് ഡോക്യു സ്കാനർ ഡൗൺലോഡ് ചെയ്തപ്പോൾ അതിന്റെ ക്ലൗഡ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്യു സ്കാനർ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് ഞാൻ ഇതിന്റെ മുന്നേ സ്കാൻ ചെയ്ത്, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് സ്കാൻ ചെയ്ത് റെസിഡൻസ് പെർമിറ്റ് അതിൽ കിടപ്പുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു റെഫറൻസ് സാധനം കിട്ടിയല്ലോ. ഇനി ഇതായിരുന്നു സാധനം എന്ന് പറഞ്ഞ് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാമല്ലോ, ഒരു തെളിവില്ലല്ലോ. നമ്മുടെ വിസയുടെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആംസ്റ്റർഡാം വരെ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫേസ്ബുക്കിലും റെഡിറ്റിലും അങ്ങനെ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഫുൾ നെഗറ്റീവ് ഇത് തന്നെയാണ്. ആരും ഇന്നവരെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു പറ്റുണ്ടാവില്ല. പിന്നെ ഈ തിരിച്ച് മേപ്പിയുടെ തിരുവമ്പാടിക്കുള്ള ഒരു 1.5 മണിക്കൂർ ട്രാവൽ ടൈമിൽ പിന്നെ ഫോൺ കോൾ ചെയ്തിട്ടാണ് പിന്നെ കണ്ണൻ കോൺഫിഡന്റ് ഫോർ സം റീസൺ. കണ്ണനാണ്, ഞങ്ങൾക്ക് ഈ ഐഡിയ ഉണ്ടായിരുന്നില്ല. കണ്ണനാണ് പറഞ്ഞത് നിങ്ങൾ വിളിക്ക്, പറ്റും 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 എന്ന്. അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പൈലറ്റിനെ വിളിച്ചു, പിന്നെ ഒരു എയർ ഹോസ്റ്റസ് അമ്പിളിയുണ്ട്. അപ്പൊ അവളും എല്ലാരും പറഞ്ഞു പറ്റുമായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുന്ന. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്താണ്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാത്തതിന്റെ പേരിൽ കിട്ടൂല. നെതർലൻഡ്സിനെ കുറിച്ച് വലിയ ഇതില്ലായിരുന്നു. എല്ലാവർക്കും ഗൾഫിലോട്ട് പോകുന്നതൊക്കെയാണ്, എമിറേറ്റ്സ് സൈഡിൽ പോയിട്ട് ആൾക്കാർ കയറിയ കഥയും അങ്ങനത്തെ ഇതൊക്കെയാണ്. പക്ഷെ നെതർലൻഡ്സിലേക്കുള്ള നമ്മൾ നോക്കിയത് മൊത്തം നെഗറ്റീവ് റിവ്യൂ ആണ്. ആരും അങ്ങനെ ചെയ്തിട്ടില്ല,
പിന്നെ നമ്മൾ ഗ്രൂപ്പുകളിൽ ഓരോ നെതർലൻഡ്സ് ഗ്രൂപ്പിലൊക്കെ ചോദിച്ചു നോക്കി. നമ്മൾ ചോദിച്ച സമയത്ത് ആർക്കും അങ്ങനത്തെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇനി അവിടെ എത്തുമ്പം അറിയാം ഇതൊക്കെ വേർത്തായിരുന്നു എന്നല്ലേ. ഞാൻ കുറച്ച് പെസിമിസ്റ്റിക് ആണ് ഗൈസ്. ഞാൻ ഓൾറെഡി ഓഫീസിൽ വിളിച്ചു പറഞ്ഞു RP പോയി, ഇനി അറ്റ്ലീസ്റ്റ് ഒന്നില്ല ആംസ്റ്റർഡാം നമ്മൾ ട്രൈ ചെയ്യാനുള്ള ട്രൈ ചെയ്യാം, പറ്റില്ലെങ്കിൽ തിരിച്ചു വരാം. നമ്മൾ ട്രൈ ചെയ്യാത്തത് കൊണ്ട് ഗിവ് അപ്പ് ചെയ്യരുത്. ഇത് ലാസ്റ്റ് ഡേ അറിഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങളുടെ അവസാനത്തെ 2 ദിവസം സ്ട്രെസ്ഫുൾ ആയി പോകാൻ. ഇത് 1 ദിവസമായി ടെൻഷൻ അടിച്ചില്ല, അല്ലെങ്കിൽ 2 ദിവസം ടെൻഷൻ അടിച്ചത്. അപ്പോൾ പോകെ നമ്മൾ അറിയിക്കാം. നമ്മൾ ഇമിഗ്രേഷൻ്റെ അവിടെ നിൽക്കുകയാണ് കാലിക്കറ്റ്. ചെക്ക് ഇൻ ബാഗേജിന് അവിടെ നിന്ന് നമ്മൾ കൊടുക്കാൻ വന്നപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ക്യൂ ഇങ്ങനെ നിന്ന് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു പഞ്ചാബി സിംഗ് വന്നിട്ട് അത് മിസ്റ്റർ ശശിധരൻ എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ അതെ അയാളിങ്ങനെ വന്നിട്ട് ഇന്നലെ രാത്രി മെയിൽ കിട്ടി, നമ്മൾ എന്താണ് ക്ലിയറൻസ് എടുത്തിട്ടുണ്ട്, പറ്റുന്നില്ല ടെൻഷനായിട്ട്. ക്ലിയറൻസ് എടുത്തിട്ടുണ്ട്, ഹോപ്പ്ഫുള്ളി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. ഇനി നമ്മൾ ഇവിടെ ഇമിഗ്രേഷനിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യേണ്ട, നമ്മൾ രണ്ടാളും ഒരിക്കലും ഇങ്ങനെ ട്രാവൽ സ്ട്രെസ്ഫുൾ ട്രാവൽ ഇല്ല. ഇപ്പം നമുക്ക് ആംസ്റ്റർഡാം എത്തിയാലേ നമ്മൾ അറിയുള്ളൂ അവിടെ കയറാൻ പറ്റുമല്ലോ. ഇപ്പോൾ മുറ്റത്തിറങ്ങിയാലേ ശ്വാസം വരുള്ളൂ. ഞങ്ങളിപ്പം കാലിക്കറ്റ് എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് മറ്റേ ഇമിഗ്രേഷനും കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ട് ഗേറ്റിൻ്റെ അടുത്തിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് എത്തിഹാദിൻ്റെ നമ്മൾ ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ പോകണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ ചെയ്യേണ്ടത്, എന്താ പറയണ്ടേ, ഇവരോട് ഇത് കഥ മൊത്തം പറയാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പം ഒരു ദൈവത്തിനെ പോലെ ഒരു മനുഷ്യൻ, ഒരു സിഖുകാരൻ, അയാൾ വന്നിട്ട് അതിൽ നോക്കിയിട്ട് മിസ്റ്റർ അതുൽ ശശിധരൻ. ഞങ്ങളിങ്ങനെ അതെ. അപ്പം എന്നിട്ട് അയാൾ പറഞ്ഞു അതിലല്ലേ ഈ സാധനമൊക്കെ മെയിൽ കിട്ടി ഇന്നലെ രാത്രി, ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഇമിഗ്രേഷനിലെത്തിയിട്ട് ഈ കഥ മൊത്തം വീണ്ടും പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഫോട്ടോസ്റ്റാറ്റ് ഉള്ളതുകൊണ്ട് ഒരു 3 ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ RPയുടെ. ആ ഫോട്ടോസ്റ്റാറ്റ് കാണിച്ചപ്പോൾ അയാൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കയറ്റി വിട്ടു. പിന്നെ സെക്യൂരിറ്റി ചെക്കിലൊന്നും പിന്നെ ഇത് വേണ്ടല്ലോ. ഇനി ഇവിടുന്ന് കയറിപ്പോവും. അബുദാബിയിൽ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് എവിടെയും ചെക്ക് ചെയ്യില്ല, നമ്മുടെ ബോർഡിംഗ് പാസ് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംസ്റ്റർഡാം എത്തിയിട്ട് ആംസ്റ്റർഡാമിൽ ഇമിഗ്രേഷൻ്റെ സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യന്മാരും നമുക്ക് ദൈവത്തിനെ പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ആ 2 ഓഫീസേഴ്സും ആ സിഖുകാരനും ഒക്കെ. ഇനി നെതർലൻഡ്സിലെ ഒരു ഡച്ചുകാരനും കൂടെ നമുക്ക് ദൈവത്തെ പോലെ തോന്നണം. അയാളൊക്കെ പറഞ്ഞ് കയറ്റി വിട്ടാൽ അതിൽ വരാൻ പറ്റും. സന്തോഷം അബുദാബി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അബുദാബി എത്തി. ഇനി ഇവിടെ പ്രശ്നം വരേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇവിടെ ബോർഡിംഗ് പാസും നമ്മുടെ പാസ്പോർട്ടും മാത്രമേ നോക്കുള്ളൂ, വിസ അവർ ചോദിക്കാറില്ല. അപ്പോൾ അത് കയറിപ്പോവും. ആംസ്റ്റർഡാം എത്തുന്നത് അറിയാം. ഇപ്പോഴും ടെൻഷനാണ്, ഇപ്പോഴും സ്ട്രെസ്സാണ്. അബുദാബി സെക്യൂരിറ്റി ചെക്കിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. അതായത് ഇന്ന് സാധനം പുറത്തെടുക്കുന്നത് കൊണ്ടും വേണ്ടിയൊന്നുമില്ല. ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഞാൻ വിടുന്ന, ഞാൻ തിരിച്ചു വിടുന്ന. കിട്ടി, കേറി, തിരിച്ചു കയറി. അയ്യോ, അയാൾ ഇപ്രാവശ്യം ഐ ബിലീവ് യു ദിസ് ടൈം എന്ന് പറഞ്ഞു. കണ്ണ് തെരഞ്ഞു പോയി. ഞാൻ വിചാരിച്ച വീണ്ടും തിരിച്ച് 16 മണിക്കൂർ. ക്രിസ്മസ് പെർമിറ്റ് ആരും കളഞ്ഞു പോവരുത്, പോയാലും ശ്രദ്ധിക്കണം. പക്ഷെ പോയാലും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാതിരിക്കരുത്. കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ മെനക്കെടാണ്, പക്ഷെ യു ക്യാൻ ട്രാവൽ. നെതർലൻഡ്സിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ടയേർഡായി മരിച്ചു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക. നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് അതൊക്കെ ചെയ്യും. അങ്ങനെ പെട്ടിയോ അതുൽ ശശിധരനുമായി ഞാൻ വീട്ടിൻ്റെ തൊട്ട് 10 മിനിറ്റ് മുന്നേയുള്ള സ്റ്റോപ്പിലെത്തി. അന്ന് ഇറങ്ങിയപ്പോ തന്നെ 33 ഡിഗ്രിയിൽ നിന്ന് പോകും 2 ഡിഗ്രിയാ 4 ഡിഗ്രിയോ 4 ഡിഗ്രി ആയിരുന്നു വരച്ചത്. 4 ഡിഗ്രിയിലേക്ക് ഇനി നമുക്ക് പനിച്ച് 2 ദിവസം കിടക്കാം. വാ പറ്റുള്ള